ഈ CMDRF-ലേക്ക് ഞങ്ങൾ പണം കൈമാറിയില്ല എന്നുള്ളതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം. DYFI CMDRF-ലേക്ക് പണം കൈമാറിയോ? അതായിരുന്നില്ല പ്രചാരണം. പ്രചാരണം എന്താ അറിയോ? ബത്തേരിയിൽ തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ അടിയാണ് പ്രചാരണത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് പ്രശ്നം. ഞാൻ അതിൽ എന്താ പ്രശ്നം? ഞാൻ അങ്ങേ കുറ്റം പറയില്ല. ഞാൻ അങ്ങേ കുറ്റം പറയില്ല. കാരണം അതാണ് പ്രശ്നം. ഞാൻ അങ്ങേ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ അങ്ങ് പിടിച്ചാൽ മൈക്ക് അനുസരിച്ച് ഇങ്ങനെ ചോദിക്കാനേ പറ്റും. അതിന്റെ ആ മാധ്യമധർമ്മം നിറവേറ്റുക. ഞാൻ ചോദിച്ച ചോദ്യം കൈരളിയുടെ മാധ്യമപ്രവർത്തകയോട് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ച ചോദ്യം, കൈരളി ചാനൽ ഉൾപ്പെടെ നിരവധി തവണ CMDRF-ലേക്ക് കോൺഗ്രസ് പണം കൈമാറാത്തതിനെ സംബന്ധിച്ച് നിരന്തര വിമർശനം ഉന്നയിച്ചു. DYFI CMDRF-ലേക്ക് പണം കൈമാറിയിട്ടുണ്ടോ? ബാങ്ക് ബാലൻസ് അല്ല, ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. അത് എവിടേക്കായിരുന്നു? CMDRF-ലേക്കാണോ? ഇതൊക്കെ തന്നെ അവർ കൃത്യമായിട്ട് DYFI-യുടെ അതായത് നിങ്ങൾ 3 മാധ്യമപ്രവർത്തകര് നിങ്ങളെ കൈരളിയിൽ നിന്നും കേക്കൂ അങ്ങിങ്ങനെ പ്രകോപിതനാവില്ല. ഞാനിവിടെ വളരെ കൂളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ 3 മാധ്യമപ്രവർത്തകർ മാത്രം പ്രകോപിതരാവണ കാര്യം എന്താണെന്നുള്ളത് പിന്നെന്താ? അങ്ങക്ക് ഉത്തരമില്ല. ഞാൻ ചോദിച്ച വളരെ കൃത്യമാണ്. CMDRF-ലേക്ക് ഞങ്ങൾ പണം കൈമാറിയില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത കൈരളിക്ക് CMDRF-ലേക്ക് DYFI പണം കൈമാറിയതിന്റെ ഒരു റെസിപ്റ്റ് കാണിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അത് അങ്ങക്ക് അറിയില്ല. അത് സനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അത് അറിയാണ്ട് അദ്ദേഹം പുറത്ത് പറഞ്ഞു വേണം. ഇനി വിട്ടേക്ക്, അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇപ്പോ താമസിപ്പിച്ചില്ല. ഇവിടെ എവിടെയെങ്കിലും താമസിപ്പിച്ചോ? ആളുകളെ താമസിപ്പിക്കുന്നത് താമസിപ്പിച്ചു. ഞങ്ങളുടെ ഭവന പദ്ധതി സർക്കാർ താമസിപ്പിച്ചു അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞങ്ങളുടെ ഭവന പദ്ധതി സർക്കാർ താമസിപ്പിച്ചു ഞാൻ പറഞ്ഞില്ല. ഈ 178 പേർക്ക് കൈമാറിയതും ബാക്കി 400-ൽ പരമുള്ള ജനങ്ങളിൽ സർക്കാർ ഇപ്പോൾ ലിസ്റ്റിൽ പെടുത്തിയതുമായ ആളുകളുടെ ഭവനം കൈമാറുന്നതിൽ സർക്കാർ വീണ്ടും താമസിപ്പിക്കുന്നു. അതാണ് എന്റെ ആരോപണം. ഓക്കെ, സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വൈകിപ്പിക്കുന്നതിന് കാരണമായത് സർക്കാരുമായിട്ടുള്ള അല്ല, സർക്കാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ പോലെ സ്ഥലം കൈമാറാൻ തയ്യാറായിരുന്നില്ല. രണ്ടാമത് സർക്കാർ തന്നെ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ഊരാളെങ്കിൽ മനസ്സിലാവുന്നില്ല. അങ്ങേക്ക് മനസ്സിലാവുന്ന വീണ്ടും പറയണം. ഇതിൽ ക്ലിയർ ആണ് കേട്ടോ. ഊരാളെങ്കിൽ സൊസൈറ്റി ഏൽപ്പിച്ചു. ആ ഊരാളെങ്കിൽ സൊസൈറ്റി ഏൽപ്പിച്ചത് ഒരു ടെൻഡർ പോലുമില്ല, ഒരു എഗ്രിമെന്റ് പോലുമില്ല, ഒരു തരത്തിൽ പോലും ഒരു ടെൻഡർ വിളിക്കാതെ ഊരാളെങ്കിൽ സൊസൈറ്റി ഏൽപ്പിച്ചു. എങ്ങനെ ഏൽപ്പിച്ചു? എന്തേ മറ്റു സൊസൈറ്റിയിൽ എടുക്കാതെ? ഊരാളെങ്കിൽ സൊസൈറ്റി നിയന്ത്രിക്കുന്ന ആരാ? CPM. സർക്കാരിനെ നിയന്ത്രിക്കുന്ന ആരാ? CPM. അപ്പോൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഊരാളെങ്കിൽ സൊസൈറ്റി ഏൽപ്പിച്ചു. സ്വാഭാവികമായി അതിനകത്ത് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങളുടേതായ നിലയ്ക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു.